ഹീറോ ആണ് സർ. അപ്പോൾ ഈ ഒരു ഇടി ഏത് ബാബുവാണ്? ബാബു ആന്റണി സർ. ഞാൻ സ്വന്തമായിട്ട് ഒരു മൈക്കുമായിട്ട് വന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന്. ഓക്കെ സർ. ഇപ്പോൾ പഴയ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഒരുപാട് ഇൻസ്പയർഡ് ആയ ഗൂസ് ബംസ് തന്ന ഒരാളാണ് സർ, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ആക്ഷൻ സിനിമകളിലേക്കുള്ള ഒരു ക്ഷണം, ഇപ്പോൾ നമ്മൾ ഇടുക്കി ഗോൾഡ് പോലെയുള്ള സിനിമകൾ സാറിൻ്റെ അങ്ങനത്തെ അത്തരം കഥാപാത്രങ്ങൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലൈക്ക് ഈ ഒരു ആക്ഷൻ സീക്വൻസസ് ഒക്കെ വിട്ട് കുറച്ചുകൂടി ക്യാരക്ടർ റോളുകളാണ് എനിക്ക് ഇനി ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നാവുമെന്നും, അതുപോലെ DNA നമുക്ക് ഈ ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിന് അപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ സർ? അപ്പം നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചോളം വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എപ്പോഴും വെൽക്കമാണ്. കാരണം വൈശാലിയാണെങ്കിലും ഇടുക്കി ഗോൾഡാണെങ്കിലും, പിന്നെ അഥവാ കടൽ, ദാദ, ചന്ത, പിന്നെ അതുപോലെ തന്നെ അപരാഹ്നം, ശയനം, അങ്ങനെ ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം വിടുക എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് ഉദിക്കുന്നില്ല. കാരണം ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ അതൊരു പാർട്ട് ഓഫ് എ ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എന്ന് സ്റ്റാർട്ട് ക്യാമറ കഴിഞ്ഞാൽ പിന്നെ ആക്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു, രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു, അത് സംസാരിച്ച് കഴിഞ്ഞാൽ ആ സംസാരം ഒരു വാക്കേറ്റമായി വെർബൽ സ്പാറിങ് ആവുന്നു. ആ വെർബൽ സ്പാറിങ് ഫിസിക്കൽ സ്പാറിങ് ആകുമ്പോഴാണ് നമ്മൾ ഈ ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബേസിക്കലി എവറിത്തിങ് ഈസ് ആക്ഷൻ. നമ്മൾ ഡാൻസ് ചെയ്യുന്നതോ ചിരിക്കുന്നതോ എല്ലാം ആക്ഷൻ തന്നെയാണ്. അതിൻ്റെ ഓരോ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റോറിക്കനുസരിച്ച് നമ്മൾ ആ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സീക്വൻസ് മോൾഡ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നും നമുക്ക് പിന്നെ ആക്ഷൻ സിനിമകൾക്ക് ഇപ്പം ത്രില്ലർ പോലെ തന്നെ എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു ഫിസിക്കൽ ആക്ഷൻ, അതായത് ഫിസിക്കൽ സ്പാറിങ് എന്ന് പറയുന്നത്. അത് ഈ ചെറിയ വെർബൽ സ്പാറിങ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് ആ ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഒരു ഫൈറ്റ് കാണിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അതൊരു ഡെമോൺസ്ട്രേഷൻ ആകും. സോ യു ഹാവ് ടു ഗോ വിത്ത് ദ സ്റ്റോറി. അതുകൊണ്ടാണ് ചന്ത, കടൽ, ദാദ, അല്ലെങ്കിൽ ഉപകണ്ഠം പ്രദേശ്, ആ സിനിമകളൊക്കെ ഇതുപോലെ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊന്നും കഥയ്ക്കനുസരിച്ച് പോകാന്നുള്ളൂ, നമുക്കൊന്നും വിടാൻ പറ്റില്ല. ബാബു സാർ, ബാബു സാർ, ബാബു സാർ, ബാബു ആന്റണി സാർ. ബാബു ആന്റണി സാറാ? സാർ, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങുന്നതായും അന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ പറ്റുമോ? അത് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അത് ബാബുവിനോട് ചോദിച്ചാൽ അറിയാം. ഒരുപാട് സമയം ചെലവഴിച്ച് നമ്മൾ ഒരു വർഷമെങ്കിലും അതിൻ്റെ പുറകെ നിന്നാലേ നമുക്ക് അത് നടക്കുകയുള്ളൂ. പിന്നെ അതിന് പറ്റിയ കാസ്റ്റിങ്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള സിനിമ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഞാൻ സിനിമയിൽ